ഒരിക്കലൊരാൾ ചാണക്യനെ കാണാൻ ചാണക്യന്റെ വീട്ടിലെത്തിച്ചേർന്നപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞിരുന്നു. ചാണക്യൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് വന്നതിന്റെ കാര്യമെന്ന് ചാണക്യൻ ചോദിച്ചറിഞ്ഞപ്പോൾ വ്യക്തിപരമോ രാജ്യപരമായിട്ടുള്ളതാണോ എന്ന് ചാണക്യൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വെറും വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ രാജ്യപരമല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ മേശമേൽ കത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ വിളക്ക് അദ്ദേഹം കെടുത്തി. എന്നിട്ട് വേറൊരു വിളക്ക് കത്തിച്ചിട്ട് ഇനി കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. രണ്ടും ഒരേ വിളക്ക്, ഒരേ വെളിച്ചം. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് അദ്ദേഹം സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് എരിയുന്ന എണ്ണയുടെ കണക്ക് രാജാവിന്റെ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സംസാരിക്കാൻ വന്നതെങ്കിൽ ഈ വിളക്കിലെ എണ്ണ ചാണക്യന്റെ സ്വന്തം വീട്ടു ചെലവിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ രാജ്യകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണ പോലും ചെറിയൊരു കണക്ക് പോലും വെറുതെ പാഴാക്കി കളയുന്ന അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹവും സ്വന്തം സ്വഭാവത്തിന്റെ ഗുണമേന്മയും ഈ കഥ വിളിച്ചോതുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഓരോന്നിന്റെ മൂല്യം വെറുതെ നമ്മൾ സമയം സംസാരിച്ച് പാഴാക്കി കളയുമ്പോൾ വൈദ്യുതി അമൂല്യമാണ്. അന്നേരം ഒരു ലൈറ്റിന്റെ ആവശ്യം ഇല്ല. ലൈറ്റ് കിടത്തിയോ പണ്ടത്തെ പോലെ നിലവിളക്ക് കത്തിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയുടെ വെട്ടമോ ആകും. കാരണം നമ്മൾ പാഴാക്കി കളയുന്ന ഓരോന്നും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാൻ കരുതേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ ഓരോന്നിൻ്റെ മൂല്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒന്നും തന്നെ വെറുതെ പാഴാക്കി കളയരുത്.